ഇറാനെ പേടിച്ച് ഗൾഫിലെ ഓപ്പറേഷൻസ് നിർത്താനുള്ള നീക്കത്തിലാണ് ട്രംപ്. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ തടയിടാൻ ഒരു മുഴം മുന്നേ എറിയുകയാണ് ഇറാൻ. ഒപ്പം കടൽ വഴി പശ്ചിമേഷ്യയെ വളയുകയുമാണ് ഇറാൻ. മേഖലയിലെ മൂന്നാമത്തെ കപ്പൽപാതയിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് മാരിടൈം വളയൽ തന്ത്രത്തിന് ഇറാൻ തുടക്കമിട്ടിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. അതിലൂടെ ഇസ്രായേലിന്റെ തുറമുഖങ്ങൾക്കും ഭീഷണിയാവുകയാണ് ഇറാൻ. ഇങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ ഓരോ ദിവസവും ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഇറാൻ എന്ന് പറയാം. എങ്ങനെയാണ് ട്രംപ് വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഇറാൻ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? ഹോർമൂസ്, ബാബൽ മന്ദേബ്, പിന്നെ ഈജിപ്തിന് കീഴിലുള്ള സൂയസ് കനാൽ, കൂടാതെ സൈപ്രസും ബൾഗേറിയയും, 2 കടലിടുക്കുകൾ, ഒരു മനുഷ്യനിർമ്മിത കപ്പൽ കനാൽ, പിന്നെ 2 രാജ്യങ്ങൾ. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ നിർണായകമാകുന്ന 5 പോയിന്റുകൾ ഇതെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്താൻ മെഡിറ്ററേനിയൻ കടൽ മേഖലയിൽ ഉണ്ടായ 2 സംഭവങ്ങളാണ് കാരണം. സംഘർഷം ചെങ്കടലിലേക്ക് വ്യാപിപ്പിച്ച ഇറാൻ ഇപ്പോൾ സൂയസ് കനാലും ലക്ഷ്യമിടുകയാണോ? മേഖലയിലെ 3 കപ്പൽപാതകളും പിടിച്ച് ലോകത്തെ സാമ്പത്തികമായി ഇറുക്കാനാണോ ഇറാൻ ലക്ഷ്യമിടുന്നത്? സൈപ്രസിനും ബൾഗേറിയയ്ക്കുമെതിരെ ഭീഷണി മുഴക്കുന്ന ഇറാന്റെ മുന്നറിയിപ്പ് തന്ത്രം എന്താണ്? പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന 2 പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ വാർത്തകളുടെ ഉള്ളറിയാം.